ഒരു നാട്ടിൽ 4-5 മുഅല്ലിമീങ്ങൾ ഉസ്താദുമാരുണ്ട്. ഞാൻ ബാധപ്പെട്ട കഥ പറയുന്നതല്ല കേട്ടോ. ഇവിടെ വളരെ സുഖം സന്തോഷമാണ്, മുഅല്ലിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. അങ്ങനെ ഒരു 4-5 കൊല്ലം സേവനം ചെയ്തൊരു ഉസ്താദ്, ആ ഉസ്താദിൻ്റെ കൂട്ടത്തിൽ ഒരു പള്ളി 4-5 ഉസ്താദുമാരുണ്ടെങ്കിൽ ഒരു മുഅല്ലിമീൻ്റെ പക്കൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടുപോയി. എന്നാലോ യോഗം ചേർന്ന് ആ വർഷം 5 മുഅല്ലിമീങ്ങളെയും പിരിച്ചുവിട്ട്, എല്ലാ ഉസ്താദ് അടക്കം എല്ലാവരെയും പിരിച്ചുവിട്ട്. ഒരാളെ പക്കന്ന് വന്ന ഒരു തെറ്റ്, ഇതിൻ്റെ പേരിൽ കമ്മിറ്റി യോഗം ചേർന്നിട്ട് എല്ലാവരെയും പിരിച്ചുവിട്ടു എന്നുള്ള ഒരു കാടൻ നിയമം. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. മറ്റൊന്ന് കാണാൻ നിങ്ങൾക്ക് അറിയോ, 4-5 മുഅല്ലിമീങ്ങളുള്ള ഒരു നാട്ടിൽ മഹല്ലിൽ 5 കൊല്ലമോ 6 കൊല്ലമോ ഉസ്താദുമാർ സേവനം ചെയ്ത മഹല്ല്, 5 കൊല്ലമായി ഉസ്താദുമാരുണ്ടെന്ന് വിചാരിക്കാം. ഒരു തെറ്റും ആ ഉസ്താദുമാർ ചെയ്തിട്ടില്ല. 5 പേരെയും കൊല്ലാമ്പുളക്ക് പിരിച്ചുവിട്ടു. ഒരു തെറ്റും ചെയ്യാതെ. ഇതിനേക്കാൾ വലിയ ദുൽമ് വേറെയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ബാധപ്പെട്ട കഥ അല്ലാന്ന്. ഇവിടെ 5-8 കൊല്ലങ്ങളായ ഉസ്താദുമാരുണ്ട്. പ്രശംസാർഹമായവർ നിനക്കൊരു സേവനം ചെയ്യുന്നു, അവർക്ക് വളരെ സന്തോഷമാണ്. ഒരു ഇടയ്ക്കൊരു ബുദ്ധിമുട്ടില്ല. അതില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും കാലം ഇവിടെ നിൽക്കുന്നേ. ബാധപ്പൊടി ഇല്ലാന്നല്ല, ഒരു പ്രശ്നമില്ല. ഈ മാതിരി ക്രൂരമായ ഈ തരത്തിലുള്ളതായിരിക്കുന്ന അക്രമമാ ദുൽമ് ചെയ്യരുത്. ഒരു തെറ്റും ചെയ്യാതെ മക്കളുള്ള ഭാര്യ മക്കളുള്ള ഉസ്താദുമാരെ അനാവശ്യമായി പിരിച്ചുവിടുന്ന ക്രൂരത ഒരു മഹല്ല് കമ്മിറ്റി കാണിച്ചാൽ ആ മഹല്ല് ഭരിക്കുന്ന ആളുകൾ, അവിടുത്തെ നേതാക്കന്മാർ ചെയ്തത് കടുത്ത ദുൽമാണ്, അന്യായമാണ്, അക്രമമാണ്. അത് വലിയ അപകടമുണ്ടാക്കുന്നതാണ്. ലാ തദ്രിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറാ ഫള്ളുൽമു യർജിഉ ഉഖ്ബാഹു ഇലൻ നദമി. ലാ തദ്രിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറാ, നിനക്ക് പണമുണ്ട്, നിനക്ക് അധികാരമുണ്ട്, സാമർഥ്യമുണ്ട്, അതുകൊണ്ട് നീ കമ്മിറ്റിയിൽ ചേർന്നിട്ട് ഒന്നടങ്കം നീ ക്രൂരത നടത്തിയാൽ അതിൻ്റെ പേരിൽ നീ പിന്നീട് വിരൽ കടിക്കേണ്ടി വരും, നീ ഖേദിക്കേണ്ടി വരും. അതിൻ്റെ തിക്തഫലം നീ അനുഭവിക്കാതിരിക്കുകയില്ല. എന്തേ കാരണം? നാമത്ത് ജുഫൂനുക വൽ മദ്ലൂമു മുൻതബിഹു യദ്ഉ അലൈക വഅയ്നുല്ലാഹി ലം തനമി. ഉസ്താദമാരെ പിരിച്ചുവിട്ടിട്ട് നീ പോയിട്ട് രാത്രി നിന്റെ പരിയിലൊക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നീ കൂർക്കം പരത്തി വറങ്ങുകയാണ്. ആ പരിച്ചുവിടപ്പെട്ട മുഅല്ലിമീങ്ങളും സുഹൃത്തുക്കളും ആ മുഅല്ലിമീങ്ങളും ഉസ്താദുമാർ രാത്രി അവർ ഉറങ്ങിയിട്ടില്ല. നിന്റെ ക്രൂരത കൊണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ട് ഭാര്യയും മക്കളെയും പട്ടിണിയായിട്ട് അനുഭവിച്ചുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് ആ ഉസ്താദ് കരയുകയാ. നീ പിരിച്ചു വിട്ടിട്ട് പോയിട്ട് കിടന്നുറങ്ങുന്നുണ്ട് പറയില്ലേ. വൽ മദ്ലൂമു മുൻതബിഹു യദ്ഉ അലൈക വഅയ്നുല്ലാഹി ലം തനമി. അവൻ പാതിരാക്ക് കണ്ണുനീരൊലിപ്പിച്ചിട്ട് യദ്ഉ അലൈക, നിനക്കെതിരെ അവൻ പ്രാർത്ഥിക്കുകയാണ്. വല്ലാഹു വഅയ്നുല്ലാഹി ലം തനമി, അല്ലാഹു ഉറങ്ങുന്നില്ല മോനെ. ഈ പാവപ്പെട്ട ഈ മുഅല്ലിം കരഞ്ഞിട്ട് നിനക്കെതിരെ പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉറങ്ങുന്നില്ല. ആ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അതിൻ്റെ തിക്തഫലം പിന്നീട് അനുഭവിക്കേണ്ടി വരൂ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ മഹല്ലിൻ്റെ ആളുകളോടും എല്ലാ മഹല്ല് ഭരിക്കുന്ന ആളുകളും ഒരു ഉസ്താദിനെ പിരിച്ചുവിടും ന്യായമായ കാരണവും തെറ്റും കാണണം.
അതും കണക്ക് പോലെ ഒറ്റടിക്ക് വിരിച്ചുവിടുകയല്ല. ഉസ്താദമാർ എന്ന് പറയുന്നത്, മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത് അവർ നബിമാരല്ല, അമ്പിയാക്കന്മാരല്ല. എന്തെങ്കിലും വേറെ കുറച്ച് വന്നാൽ അവരെ ഉപദേശിച്ചിട്ട് നോക്കണം. നടക്കുന്നില്ലെങ്കിൽ ഒഴിവായിക്കോ എന്നല്ലാണിത് പാടില്ല. കാരണം തുച്ഛമായ ശമ്പളം വാങ്ങിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട്, നമ്മളെ കിടാക്കളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് യുക്തിവാദികളാക്കി മാറാതെ, നിരീശ്വരപരാധികളായിട്ട് മാറാതെ, തമ്മാടികളും വ്യഭിചാരികളും അവർ ആയി മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമമാണ് നടത്തുന്നത്. നിന്റെ കുട്ടികളെ നന്നാക്കിയിട്ട് നിന്റെ കയ്യിലേക്ക് തരാനാണ് അവർ ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അർഹമുർ റഹീമീനായ സയ്യിദായ തമ്പുരാനെ, നമ്മുടെ മദ്രസ